സർക്കാരിൽ മാത്രമല്ല സ്വന്തം പാർട്ടിയിലും മോദിക്ക് അപ്രമാദിത്യം നഷ്ടമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റാരേക്കാളും ഏറെ നിർണായകമായിരിക്കുന്നത് മോദിക്ക് തന്നെയായിരുന്നു. 400 സീറ്റോ കുറഞ്ഞത് 350 സീറ്റോ എങ്കിലും പിടിച്ചിരുന്നെങ്കിൽ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്ന മോദിയെ കാണാമായിരുന്നു. എന്നാൽ കാത്തിരുന്നത് കനത്ത തോൽവിയായി. 240 സീറ്റിലേക്ക് BJP വീണു. മോദിയുടെ തോൽവിയോടെ അല്പം അകന്നു നിന്ന RSS BJPക്ക് മുകളിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. RSSന്റെ സഹായമില്ലാതെ മുന്നോട്ടു പോകാനുള്ള ശക്തി BJPക്കുണ്ടെന്ന ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ പരാമർശവും RSSനെ കട്ടക്കലിപ്പിലേക്ക് വഴിമാറ്റി. ഇതോടെ മോദിയെ തളർത്താനും മൂക്ക് കയറിടാനും RSS തീരുമാനിക്കുകയായിരുന്നു. അതിന് RSS നിയോഗിച്ചത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും തലമുതിർന്ന നേതാവുമായിരുന്ന ശിവരാജ് ചൗഹാനെയാണ്. ചൗഹാൻ RSSന്റെ ഓമനപുത്രനാണ്. എന്നാൽ മോദി ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മൂലക്കിരുത്തി. എന്നാൽ RSS വെറുതെ ഇരുന്നില്ല. ലോക്സഭാ ടിക്കറ്റ് നൽകി മധ്യപ്രദേശിൽ നിന്ന് വിജയിപ്പിക്കുകയും ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ചൗഹാന് പുറമെ RSS പ്രതിനിധിയായി നിതിൻ ഗഡ്കരിയെയും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൗഹാനിലേക്ക് ഇനി വരാം. എന്നും നരേന്ദ്രമോദിയുടെ എതിർചേരിയിൽ നിന്നിട്ടുള്ള നേതാവാണ് ചൗഹാൻ. മോദിയേക്കാൾ സീനിയർ എന്ന് പറയാം. രണ്ടുപേരും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയവരാണ്. മോദി അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് നടന്നു കയറിയപ്പോൾ ചൗഹാൻ മധ്യപ്രദേശിൽ തന്നെ തുടർന്നു. 2023 നവംബറിൽ മധ്യപ്രദേശിൽ BJPയെ തിളക്കമാർന്ന ജയത്തിലേക്ക് ചൗഹാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ ഏവരെയും അമ്പരപ്പിക്കുന്ന തീരുമാനമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടത്. ഉജ്ജയിനിൽ നിന്നുള്ള MLAയും ചൗഹാനേക്കാൾ ഏറെ ജൂനിയറുമായ മോഹൻ യാദവിനെ സംസ്ഥാന ഭരണം നിയന്ത്രിക്കാൻ നിയോഗിക്കുകയായിരുന്നു. അധികാര കൈമാറ്റത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിലും തൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാകുമെന്ന് മനസ്സിലാക്കിയ ചൗഹാൻ RSSൽ അഭയം പ്രാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മധ്യപ്രദേശ് നിർണായകമാണെന്ന് മനസ്സിലാക്കിയ BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടെ കീഴടങ്ങി. മധ്യപ്രദേശിൽ നേരിട്ടെത്തിയാണ് മോദി ചൗഹാനെ ഒഴിവാക്കിയതല്ല, മറിച്ച് കൂടുതൽ വലിയ ചുമതലകൾ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 24-ന് ഹാർദയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും അക്കാര്യം ആവർത്തിച്ചു പറഞ്ഞ നരേന്ദ്രമോദി വിദിഷ സീറ്റിൽ നിന്ന് ചൗഹാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതോടെയാണ് RSS മയപ്പെട്ടത്. വിദിഷയിൽ നിന്ന് 8 ലക്ഷത്തിലധികം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചൗഹാൻ വിജയിച്ചു കയറിയതോടെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പ്രമുഖ സ്ഥാനം അദ്ദേഹം ഉറപ്പാക്കി. മോദിയും BJPയും പ്രതീക്ഷിച്ച പോലെ വലിയ വിജയം BJPക്ക് ലഭിക്കാതെ പോവുകയും 10 വർഷത്തിനു ശേഷം രാജ്യം കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് നീങ്ങുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ചൗഹാനെ പിണക്കാതെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണെന്ന് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു. ചൗഹാനും ഇതൊരു മധുര പ്രതികാരത്തിനുള്ള അവസരമാണ്. 2 പതിറ്റാണ്ടിനടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും പാർട്ടിയെ മികച്ച ജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടും വളരെ ജൂനിയറായ ഒരാൾക്ക് വേണ്ടി തന്നെ ഒരു സുപ്രഭാതത്തിൽ തഴഞ്ഞ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വീണ്ടും പഴയ തലയെടുപ്പോടെ നിൽക്കാൻ ചൗഹാന് സാധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വനവാസം സ്വീകരിക്കാൻ ഒരുങ്ങിയെടുത്ത് നിന്ന് ശത്രുക്കളുടെ മുന്നിലൂടെ ചൗഹാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചങ്കിടിക്കുന്നത് നരേന്ദ്രമോദിക്കും JP നഡ്ഡയ്ക്കുമാണ്. BJP വീണ്ടും RSSന്റെ ചൊൽപ്പടിയിലേക്ക് പൂർണ്ണമായും മാറി എന്നതിൻ്റെ തെളിവാണ് കേന്ദ്രമന്ത്രിസഭയിൽ ചൗഹാന്റെ സ്ഥാനമെന്ന് നമുക്ക് വ്യക്തമാകുന്നു.